الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأهل بيته أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എല്ലാവരും പലപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായ, എല്ലാവരും അള്ളാഹുവിനോട് കൈകൾ ഉയർത്തുമ്പോൾ എപ്പോഴും ഓർമ്മയിലേക്ക് വരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏകദേശമുള്ള 98-99% മുസ്ലിമീങ്ങൾക്കും വിശ്വാസികൾക്കും അത് മനഃപ്പാഠമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുമാണത്. പ്രാർത്ഥന ഇതാണ്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇതാണ് ആ പ്രാർത്ഥന. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളെയും പരലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെയും റബ്ബിനോട് ചോദിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണത്. എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം, ആശയം ഇങ്ങനെയാണ്: റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, ഞങ്ങൾക്ക് നീ കൊണ്ട, ഫിദ്ദുനിയ, ദുനിയാവിൽ, ഹസനത്തൻ, എല്ലാ നന്മകളെയും, വഫിൽ ആഖിറതി, പരലോകത്തിലും കൊണ്ടുവാ, വഫിൽ ആഖിറതി ഹസനത്തൻ, പരലോകത്തിലെ എല്ലാ നന്മകളും കൊണ്ട, വഖിന അദാബന്നാർ, കത്തിജ്വലിക്കുന്ന, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് മോചനവും തരണേ റബ്ബേ. അപ്പൊ ദുന്യവിയും ഉഖ്റവിയുമായ മുഴുവൻ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയും അവസാനമായി നരകത്തിൽ നിന്നുള്ള മോചനത്തെയും തേടുകയാണ് റബ്ബിനോട്. ഇത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ നിത്യമാക്കണം. എപ്പ റബ്ബിനോട് കരമുയർത്തിയാലും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന നമ്മൾ മറക്കരുത്. ഇവിടെ ഉലമാക്കൾ പറയുന്നുണ്ട്, വളരെ അത്യാവശ്യ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സമയക്കുറവുള്ള ഏതെങ്കിലും ഒരു സദസ്സിൽ, നമ്മളിപ്പോ ഒരു മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്, അവിടെ ദുആ ചെയ്യുമ്പോൾ വളരെ സമയം പരിമിതമാണ്. സമയബന്ധിതമായി നടക്കുന്ന ഒരു മജ്‌ലിസിന്റെ അവസാന ഘട്ടത്തിൽ ദുആയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ തുച്ഛമായ സമയം മാത്രമേ ഉള്ളൂ എങ്കിലും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന പറഞ്ഞ് ആ സദസ്സ് അവിടെ അവസാനിപ്പിക്കണം എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷത്തോളം സേവനം ചെയ്ത ചെറിയ മോനായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ ഖിദ്മത്തിന് വേണ്ടി ഉമ്മ കൊണ്ടൊന്നാക്കി കൊടുത്ത മോൻ അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് വളർന്നു വലുതായി വലിയൊരു സഹാബിയായി. മഹാനവറുകൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹാനവറുകളുടെ ഇൽമു കേൾക്കാൻ, പാണ്ഡിത്യത്തിന്റെ മഹിമയറിയുന്നതിനു വേണ്ടി ഒരു നാട്ടിലുള്ള ഏകദേശം ആൾക്കാരും ആ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി. എല്ലാവരും അറിഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു നാട്ടിലെത്തിയിട്ടുണ്ട്, ഒരു മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്നു എന്ന്. അങ്ങനെ മഹാനവറുകളെ കാണാനും അവിടുത്തെ ഇൽമു കേൾക്കുന്നതിനും വേണ്ടിയിട്ട്, വഅ്ള് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും ആ സദസ്സിൽ ഒരുമിച്ച് കൂടാണ്. അപ്പൊ സാബിത്ത് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ് അനസ് തങ്ങളോട്, അനസ് തങ്ങളെ, അങ്ങ് ഇവിടെ ഒരുമിച്ച് കൂടിയതും അങ്ങയുടെ ഇൽമു കേൾക്കാൻ വന്നതുമായ ജനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, അങ്ങൊന്ന് ദുആ ചെയ്യണം എന്നുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു മറുത്തൊന്നും പറഞ്ഞില്ല, ആയിക്കോട്ടെ ദുആരക്ക. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു 2 കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ആ സദസ്സിൽ വെച്ച് ചോദിച്ചത് ഒരേ ചോദ്യമാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ദുആ കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. വീണ്ടും ഇൽമു കുറെ നേരം തുടർന്നു. അവസാനം സദസ്സ് പിരിയാൻ പോവാണ്. അങ്ങനെയാണല്ലോ, ഒരു സദസ്സ് കുറെ നേരം ഇൽമും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടത് പിരിയാണ്. ആ പിരിയാൻ ഒരുങ്ങുന്ന സമയത്ത് സാബിത്ത് റളിയല്ലാഹു അൻഹു വീണ്ടും വരികയാണ്. വീണ്ടും വന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അനസ് തങ്ങളെ, എന്തായാലും നമ്മുടെ സദസ്സ് പിരിയാൻ പോവല്ലേ, അപ്പൊ ഒന്നുകൂടി ഒന്ന് ദുആരന്ന് നമുക്ക് പിരിയാം. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടി ഉണ്ട്,
സാബിത്തെ ഇനിയും ഞാൻ ദുആരക്കണോ? ഞാൻ നേരത്തെ ദുആരന്ന് പോയതല്ലേ, ഇനി എന്തിനാണ് ഞാൻ ദുആ ചെയ്യുന്നത്? അപ്പൊ അതൊരു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലാവില്ല. ഇനിയും ഒരു ദുആ അതിനുവേണ്ടി ജനങ്ങൾ പരിശ്രമിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക, അതൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കലാവില്ലേ? ഞാൻ ചോദിച്ചത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി, നരകത്തിൽ നിന്ന് മോചനവും കിട്ടി, പിന്നെന്തിനാണ് ഇനിയൊരു പ്രാർത്ഥന എന്ന് ചോദിച്ച് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മടക്കി അയച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയിൽ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം, ആശയം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു ജീവിതത്തിൽ നിത്യമാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽപ്പെട്ട ഒരാള് രോഗിയായി കിടക്കുകയാണ്. ആരോ പറഞ്ഞു, അത്രേ റസൂലെ, ഇന്ന ആള് രോഗബാധിതനായി വീട്ടിൽ വിശ്രമത്തിലാണ്. ഇതറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ കാണാൻ വേണ്ടി പോവാണ്. ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രോഗിയുടെ അവസ്ഥ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. അതായത് ചെറിയ ഒരു പക്ഷിക്കുഞ്ഞ്, ചിറകിലും ശരീരത്തിലും നനവ് ബാധിച്ച വെള്ളം വീണുപോയ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞ് എങ്ങനെയാണോ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നത്. നമുക്കറിയാലോ, ചെറിയ പക്ഷിക്കുഞ്ഞാണ്, അതിന്റെ മേത്തേക്ക് വെള്ളവും കൂടി വീഴുമ്പോ എങ്ങനെയാണോ അതിങ്ങനെ ഇരിക്കുക, ചുരുണ്ടുകൂടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് രോഗിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗവിവരമൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, നിനക്കൊന്ന് ദുആ ചെയ്യാൻ പാടില്ലായിരുന്നോ റബ്ബിനോട്? ഈ രോഗത്തിൽ നിന്നൊരു മോചനം കിട്ടുന്നതിന് വേണ്ടി റബ്ബിനോട് ദുആരക്കാൻ പാടില്ലായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യനോട്, രോഗിയായ മനുഷ്യനോട് ചോദിക്കാണ്. അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, നബിയെ, ഞാൻ ദുആരന്നിട്ടുണ്ട്. എന്താ നീ ദുആരന്നത്? അയാൾ ഇങ്ങനെയാണ് ദുആ ചെയ്തത്: പരലോകത്തിൽ ആഖിറത്തിൽ ചൊല്ലുമ്പോ ഒന്നും സഹിക്കാൻ പറ്റൂല പടച്ചോനെ, അതുകൊണ്ട് ആഖിറത്തിൽ നീ തരാൻ ഉദ്ദേശിച്ചതും കൂടി ദുനിയാവിൽ ഇങ്ങ് തന്നോ, ഞാൻ സഹിച്ചോളാം. ഇങ്ങനെ ഞാൻ ദുആരന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഈ മനുഷ്യനോട്, ലാ തസ്തതിഉ, നിനക്കതിന് സാധ്യമല്ല. നീ എന്താ റബ്ബിനോട് ചോദിച്ചത്? ആഖിറത്തിൽ നിനക്ക് അനുഭവിക്കാനുള്ളതും കൂടി ദുനിയാവിലേക്ക് നീ ചോദിച്ചു വാങ്ങിയാൽ ഒരിക്കലും നിനക്കത് താങ്ങാൻ കഴിയില്ല. അള്ളാഹു എന്താണോ നിനക്ക് പരലോകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പൊ ആഖിറത്തിലേക്ക് മാറ്റിവെച്ച ഒരു കാര്യത്തെ ദുനിയാവിൽ നീ ചോദിച്ചാൽ അത് നിന്നെ കൊണ്ട് താങ്ങാനേ കഴിയില്ല. പക്ഷെ നീ റബ്ബിനോട് ചോദിക്കുന്നെങ്കിൽ ഇങ്ങനെ ചോദിച്ചോ: റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ഈ പ്രാർത്ഥന റബ്ബിനോട് നീ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എത്ര മഹത്തരമായ പ്രാർത്ഥനയാണത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം തന്ന, ഖുർആനിൽ കൽപ്പനയുള്ള, പിന്നെ ഖുർആനിൽ ആയത്തുകളുടെ കൂട്ടത്തിൽ ഒരായത്തിന്റെ ഒരൽപഭാഗമാണത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ളത്. അള്ളാഹു ആ പ്രാർത്ഥന നിത്യമാക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരു പ്രതിഫലവും കൂടി പറഞ്ഞ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കഅബാലയം, കഅബാലയത്തിന് 4 മൂലയാണുള്ളത്. ഒന്ന് റുക്കുനുൽ യമാനി, റുക്കുനുൽ ശാമി, റുക്കുനുൽ ഇറാഖി, പിന്നെ ഹജറുൽ അസ്വദിന്റെ മൂല. അങ്ങനെ 4 മൂലകളാണ് കഅബാലയത്തിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, റുക്കുനുൽ യമാനിന്റെ ഭാഗത്ത്, റുക്കുനുൽ യമാൻ നിലകൊള്ളുന്ന, റുക്കുനുൽ യമാൻ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. കാരണം അവിടെയാണ് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളത്. ഒന്ന് ഹജറുൽ അസ്വദിന്റെ മൂല, അവിടെ കുറച്ചു ഭാഗം ഓപ്പൺ ആണ്, ആ ഹജറുൽ അസ്വദ് നിലകൊള്ളുന്നത് കൊണ്ട്. അതുപോലെ മറ്റൊരു മൂലയും ഒരല്പഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് റുക്കുനുൽ യമാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ റുക്കുനുൽ യമാനിന്റെ ഭാഗത്ത് കഅബാലയത്തിനെ അല്ലാഹു തആല സൃഷ്ടിച്ചതിന്റെ എന്ന് പറഞ്ഞാൽ കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടനെ, കഅബാലയം ആദ്യമായി പണിഞ്ഞത് മലക്കുകളാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കഅബാലയം എന്നാണോ ആദ്യമായി അവിടെ നിലകൊണ്ടത്, നിലവിൽ വന്നത്, ഭൂമിയിലെ ആദ്യത്തെ പള്ളിയാണല്ലോ കഅബ. ആ കഅബാലയം ഉള്ള കാലം മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ഈ റുക്കുനുൽ യമാനിന്റെ ഭാഗത്ത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു മലക്കിനെ. ആ മലക്കിന്റെ ജോലി എന്ന് പറയുന്നത് ആമീൻ 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 എന്ന് ആമീൻ പറയല് മാത്രമാണ് ജോലി.
ആ മലക്കിന് പിന്നെ സംസം കുടിക്കണ്ട, ആ മലക്കിന് ഹജ്ജ് ചെയ്യണ്ട, ആ മലക്കിന് ഉംറ ചെയ്യണ്ട, മറ്റ് നിസ്കരിക്കണ്ട, വേറെ ഒരു ജോലിയും ആ മലക്കിനില്ല. ആ മലക്കിന്റെ ഒരേ ഒരു ജോലി ആമീൻ ആമീൻ എന്ന് പറയലാണ്. എന്ന് പറഞ്ഞാൽ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യാൻ, പ്രദക്ഷിണം ചെയ്യാൻ വരുന്ന കോടാനുകോടി മുഅ്മിനീങ്ങൾ റുക്നുൽ യമാനിന്റെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിശ്ചയിക്കുകയും ആ മലക്കിന് ആമീൻ ആമീൻ എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് ഏൽപ്പിച്ചിരിക്കുക. കോടാനുകോടി മുഅ്മിനീങ്ങൾ ആ കഅബാലയത്തിനെ തവാഫ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒന്നാമത്തെ തവാഫ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ റുക്നുൽ യമാനിന്റെ ഭാഗത്തെത്തുമ്പോൾ ആൾക്കാർ ദുആ രക്കുന്നത് കേൾക്കുമ്പോൾ ഈ മലക്കിങ്ങനെ ആമീൻ പറയാണ്. വീണ്ടും രണ്ടാമത്തെ ചുറ്റല്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ആ കഅബയുടെ മുമ്പിൽ ഹജ്ജിനോ ഉംറയ്ക്കോ പോയവർക്കറിയാം, ചില നേരങ്ങളിൽ തവാഫ് ചെയ്യുമ്പോൾ വലിയ തിരക്കാണ് അവിടെ. നമ്മൾ ഇങ്ങനെ ഒന്നാമത്തെ ചുറ്റല് ചുറ്റി ഇങ്ങനെ വന്നിട്ട് ആ റുക്നുൽ യമാനിന്റെ ഭാഗത്തെത്തുമ്പോ നമ്മുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളുടെ കാര്യം ചോദിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഉയർത്തുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ആൾക്കാർ വന്ന് ഉന്തി തള്ളിയിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ ഒരു ചോദ്യം, റുക്നുൽ യമാനിന്റെ നേരെ നിന്നിട്ടുള്ള ചോദ്യം നഷ്ടപ്പെടുകയാണ്. എന്നാൽ പിന്നെ രണ്ടാമത്തെ ചുറ്റലിൽ ചോദിക്കാമെന്ന് കരുതി വീണ്ടും ചുറ്റി വന്ന് ഭർത്താവിന്റെ കാര്യം ചോദിക്കാൻ കൈ ഉയർത്തും, അല്ലെങ്കിൽ മക്കളുടെ കാര്യം ചോദിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോ അവിടെയും പിന്നിൽ നിന്നും ഉന്തി നമ്മളെ മാറ്റിയാണ്, അവിടെയും നഷ്ടപ്പെട്ടു. ഇങ്ങനെ 7 തവാഫ് കഴിയുമ്പോഴും ഒരു പക്ഷേ റുക്നുൽ യമാനിന്റെ നേരെ മുന്നിൽ നിന്നിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ ദുആ ചെയ്യാനുള്ള ടൈം പോലും ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആ റുക്നുൽ യമാനിന്റെ ഭാഗത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ആ റുക്നുൽ യമാൻ നിലകൊള്ളുന്ന ഭാഗത്തേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്തോ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിന്റെ എല്ലാ നന്മകളെയും നീ കൊണ്ട, വഫിൽ ആഖിറതി ഹസനതൻ, പരലോകത്തെ നന്മകളെയും നീ എനിക്ക് താ, വഖിന അദാബന്നാർ, നരകത്തിൽ നിന്ന് നീ എനിക്ക് മോചനവും താ റഹ്മാനെ എന്ന് ഈ റബ്ബന ആതിന എന്ന പ്രാർത്ഥന നിർവഹിക്കുമ്പോ ഈ റുക്നുൽ യമാനിന്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് പറയാണ് ആമീൻ ആമീൻ, അല്ലാഹുവേ ഇവന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന്. അപ്പൊ ഈ പ്രാർത്ഥന പറയുന്നവർക്ക് ആമീൻ പറയാൻ വേണ്ടി മാത്രം ഒരു മലക്കിനെ അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ്. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നമ്മുടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിൽ, കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയിൽ, രഹസ്യ പ്രാർത്ഥനയിൽ, പരസ്യമായ പ്രാർത്ഥനകളിൽ, എല്ലാ പ്രാർത്ഥനകളിലും സുജൂദി കിടന്ന് ചോദിക്കുമ്പോഴും, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം, മുസല്ലയിൽ ഇരുന്ന് അർദ്ധരാത്രിക്ക് ശേഷം ചോദിക്കുമ്പോഴും ഒക്കെ റബ്ബന ആതിന കാര്യമായിട്ട് റബ്ബിനോട് ചോദിക്കണം. വലിയ പ്രതിഫലമുള്ള പ്രാർത്ഥനയാണ്, ദുനിയാവും ആഖിറവും കിട്ടുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കൃത്യമായി നിർവഹിക്കുന്ന നല്ല അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ദുആ ചെയ്യണം എന്ന വസിയത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.